ഹായ് ഓൾ, +1 ബോട്ടണിയിലെ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ പോർഷൻസ് ആണ് ഇന്നത്തെ ക്ലാസ്. എക്സ്റ്റേണൽ സ്ട്രക്ചർ ആണ് മോർഫോളജി. സോ അനാട്ടമി മീൻസ് ഇൻറ്റേർണൽ സ്ട്രക്ചർ. അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് മീൻസ് പ്ലാന്റിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ ആണ് ഈ ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു ഓർഗാനിസത്തിൻ്റെ ബേസിക് യൂണിറ്റ് ആണ് സെൽ. സെല്ലുകളുടെ ഗ്രൂപ്പിനെയാണ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഒരുപാട് സെല്ലുകൾ കൂട്ടം ചേർന്ന് ടിഷ്യൂസ് ഫോം ചെയ്യുന്നു. So let us study about tissues in plants. Tissues are group of cells performing a common function. Tissues are classified into two types, meristematic tissue and permanent tissue. Plant tissuesനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. They are meristematic tissue and permanent tissue. ഡിവൈഡ് ചെയ്യാൻ കഴിവുള്ള സെൽസ് ഉള്ള ടിഷ്യൂസ് ആണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. ഡിവൈഡ് ചെയ്യാൻ സാധിക്കാത്ത സെൽസ് ഉള്ള ടിഷ്യൂസ് ആണ് പെർമനൻറ്റ് ടിഷ്യൂ. സോ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ക്യാൻ ഡിവൈഡ് but permanent tissues cannot divide. First one, meristematic tissues. These are the tissues where active cell division and growth occurs. ആക്റ്റീവായി ഡിവൈഡ് ചെയ്യുന്ന, അതായത് ഫാസ്റ്റായി ഡിവൈഡ് ചെയ്യുന്ന സെല്ലുകളുടെ ഗ്രൂപ്പാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. പ്ലാൻ ഗ്രോത്തിന് സഹായിക്കുന്നത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആണ്. സോ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടു ടൈപ്സ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഒറിജിൻ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ ആദ്യം അതിൻ്റെ ഒറിജിനെ ബേസ് ചെയ്ത് രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ് ഫോം ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്താണ് ഈ ക്ലാസിഫിക്കേഷൻ. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഒറിജിൻ ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു പ്രൈമറി മെരിസ്റ്റം ആൻഡ് സെക്കൻഡറി മെരിസ്റ്റം. പ്രൈമറി മെരിസ്റ്റം അപ്പിയർ ഏർലി ഇൻ ലൈഫ് ഓഫ് എ പ്ലാന്റ്, ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് പ്ലാന്റ് ബോഡി. പ്രൈമറി മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ ആദ്യം ഫോം ചെയ്യുന്ന മെരിസ്റ്റമാണ്. പ്ലാന്റ് ബോഡി ഫോർമേഷന് സഹായിക്കുന്നത് പ്രൈമറി മെരിസ്റ്റംസ് ആണ്. അതായത് പ്ലാന്റിൻ്റെ ഗ്രോത്തിന് സഹായിക്കുന്നത് പ്രൈമറി മെരിസ്റ്റംസ് ആണ്. എക്സാമ്പിൾ അപ്പിക്കൽ മെരിസ്റ്റം, ഇൻ്റർകാലറി മെരിസ്റ്റം. അപ്പിക്കൽ മെരിസ്റ്റം, ഇൻ്റർകാലറി മെരിസ്റ്റം ഇതൊക്കെയും പ്രൈമറി മെരിസ്റ്റംസ് ആണ്. സ്റ്റെമ്മിൻ്റെയും റൂട്ടിൻ്റെയും ടിപ്പിൽ കാണുന്ന മെരിസ്റ്റംസ് ആണ് അപ്പിക്കൽ മെരിസ്റ്റം. സ്റ്റെമ്മിൻ്റെയും റൂട്ടിൻ്റെയും ഗ്രോത്തിന് സഹായിക്കുന്നത് അപ്പിക്കൽ മെരിസ്റ്റംസ് ആണ്. പ്ലാന്റിൻ്റെ നോഡ്സിന് മേലെയായി കാണുന്ന മെരിസ്റ്റംസ് ആണ് ഇൻ്റർകാലറി മെരിസ്റ്റം. പ്ലാന്റിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നത് ഇൻ്റർകാലറി മെരിസ്റ്റംസ് ആണ്. സോ എപ്പിക്കൽ മെരിസ്റ്റം, ഇൻ്റർകാലറി മെരിസ്റ്റം രണ്ടും പ്രൈമറി മെരിസ്റ്റംസ് ആണ്. നെക്സ്റ്റ് ഈസ് സെക്കൻഡറി മെരിസ്റ്റം. അപ്പിയർ ലേറ്റർ ഇൻ ദ ലൈഫ് ഓഫ് പ്ലാന്റ്സ്. ദേ ആർ റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിങ് ദ സെക്കൻഡറി ടിഷ്യൂസ്. പ്രൈമറി മെരിസ്റ്റത്തിന് ശേഷം ഫോം ചെയ്യുന്ന മെരിസ്റ്റംസ് ആണ് സെക്കൻഡറി മെരിസ്റ്റം. സെക്കൻഡറി ടിഷ്യൂസ് ഫോം ചെയ്യാൻ സഹായിക്കുന്നത് സെക്കൻഡറി മെരിസ്റ്റംസ് ആണ്. പ്ലാന്റ് ബോഡിയുടെ ചുറ്റിലും വട്ടത്തിൽ കാണുന്ന മെരിസ്റ്റംസ് ആണ് സെക്കൻഡറി മെരിസ്റ്റം. എക്സാമ്പിൾ ലാറ്ററൽ മെരിസ്റ്റം. നെക്സ്റ്റ്, ബേസ്ഡ് ഓൺ പൊസിഷൻ മെരിസ്റ്റംസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 ടൈപ്സ്. ഒരു പ്ലാന്റിൽ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് പ്ലാന്റിൻ്റെ ഏത് ഭാഗത്താണ് ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ കാണുന്നത് എന്നതിനെ ബേസ് ചെയ്ത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ 3ആയി ക്ലാസിഫൈ ചെയ്യാം. They are apical meristem, intercalary meristem and lateral meristem. First one, apical meristem, seen on the tip of stem and root. സ്റ്റെമ്മിൻ്റെയും റൂട്ടിൻ്റെയും ടിപ്പിൽ കാണുന്ന മെരിസ്റ്റമാണ് എപ്പിക്കൽ മെരിസ്റ്റം. പ്രൈമറി മെരിസ്റ്റമാണ് എപ്പിക്കൽ മെരിസ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞു എപ്പിക്കൽ മെരിസ്റ്റം പ്രൈമറി മെരിസ്റ്റമാണ്. ഹെൽപ്സ് ഇൻ ദ ഇലോങ്ങേഷൻ ഓഫ് സ്റ്റെം ആൻഡ് റൂട്ട്. സോ എപ്പിക്കൽ മെരിസ്റ്റം കാണുന്നത് സ്റ്റെമ്മിൻ്റെയും റൂട്ടിൻ്റെയും ടിപ്പിലാണ്. സോ ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്? സ്റ്റെമ്മിൻ്റെയും റൂട്ടിൻ്റെയും ഗ്രോത്തിന് സഹായിക്കുന്നത് എപ്പിക്കൽ മെരിസ്റ്റമാണ്. സെക്കൻഡ് ടൈപ്പ് ഇൻ്റർകാലറി മെരിസ്റ്റം, ഒക്യൂർ ബിറ്റ്വീൻ മെച്യൂർ ടിഷ്യൂസ്. പ്രൈമറി മെരിസ്റ്റം, ഇൻ്റർകാലറി മെരിസ്റ്റംസ് കാണുന്നത് മെച്യൂർ ടിഷ്യൂസിൻ്റെ ഇടയിലായാണ്. ഇൻ്റർകാലറി മെരിസ്റ്റം പ്രൈമറി മെരിസ്റ്റമാണ്. റെസ്പോൺസിബിൾ ഫോർ ഇൻക്രീസിങ് ദ ലെങ്ത് ഓഫ് ദ പ്ലാന്റ് ബോഡി. പ്ലാന്റിൻ്റെ ലെങ്ത്, അതായത് പ്ലാന്റിൻ്റെ നീളം കൂടാൻ സഹായിക്കുന്നത് ഇൻ്റർകാലറി മെരിസ്റ്റംസ് ആണ്. Usually seen in grasses just above the nodes, help in internode elongation and regeneration of stem when its tip is cut off by grazing animals. Apical meristem removed. ഗ്രാസിൻ്റെ കേസിൽ, അതായത് ഗ്രാസിൽ നോഡ്സിൻ്റെ മേലെയായി കാണുന്നത് ഇൻ്റർകാലറി മെരിസ്റ്റംസ് ആണ്. ഗ്രാസിൽ ഇൻ്റർനോഡ്സിൻ്റെ, അതായത് 2 നോഡ്സിൻ്റെ ഇടയിലുള്ള സ്പേസിൻ്റെ നീളം കൂടാൻ സഹായിക്കുന്നത് ഇൻ്റർകാലറി മെരിസ്റ്റംസ് ആണ്. അനിമൽസ് ഒക്കെ ഗ്രാസ് തിന്നു കഴിഞ്ഞാൽ അതിൻ്റെ എപ്പിക്കൽ മെരിസ്റ്റം റിമൂവ് ആകും. സോ സ്റ്റെമ്മിൻ്റെ നീളം കൂട്ടാൻ സഹായിക്കുന്നത് എപ്പിക്കൽ മെരിസ്റ്റമാണ്.
സോ അപ്പിക്കൽ മെരിസ്റ്റം റിമൂവ് ആയി കഴിഞ്ഞാൽ ഗ്രാസിന് ഗ്രോ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയുള്ള കേസിൽ പ്ലാന്റിൻ്റെ ഗ്രോത്തിന്, അതായത് ഗ്രാസിൻ്റെ ഒക്കെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് ഇൻറ്റർകാലറി മെരിസ്റ്റംസ് ആണ്. തേർഡ് ടൈപ്പ് ലാറ്ററൽ മെരിസ്റ്റം പ്രസൻറ്റ് അലോങ് ദ സൈഡ്സ് ഓഫ് ദ പ്ലാന്റ് ബോഡി. പ്ലാന്റിൻ്റെ സൈഡിലായി കാണുന്നതാണ് ലാറ്ററൽ മെരിസ്റ്റം. സെക്കൻഡറി മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം സെക്കൻഡറി മെരിസ്റ്റം ആണ്. രണ്ടാമതായി ഫോം ചെയ്യുന്ന മെരിസ്റ്റമാണ് ലാറ്ററൽ മെരിസ്റ്റം. റെസ്പോൺസിബിൾ ഫോർ ഇൻക്രീസിങ് ദ തിക്നെസ് ഓഫ് ദ പ്ലാന്റ് ബോഡി. പ്ലാന്റിൻ്റെ വിഡ്ത്ത്, അതായത് തിക്നെസ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നത് ലാറ്ററൽ മെരിസ്റ്റംസ് ആണ്. പ്ലാന്റ് ടിഷ്യൂസ് രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആദ്യത്തേത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ, രണ്ടാമത്തേത് പെർമനൻറ്റ് ടിഷ്യൂ. സോ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ, ക്ലാസിഫിക്കേഷൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. നെക്സ്റ്റ് വൺ പെർമനൻറ്റ് ടിഷ്യൂ. ഡിവൈഡ് ചെയ്യാൻ കഴിവുള്ള സെൽസ് ഉള്ള ടിഷ്യൂസ് ആണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. ബട്ട് വാട്ട് അബൌട്ട് പെർമനൻറ്റ് ടിഷ്യൂ? സെൽസ് വിച്ച് ഹാവ് ലോസ്റ്റ് ദ കപ്പാസിറ്റി ഓഫ് സെൽ ഡിവിഷൻ ആൻഡ് ഹാവ് ഡെവലപ്ഡ് ടു പെർഫോം വേരിയസ് ഫങ്ഷൻസ്. ഡിവൈഡ് ചെയ്യാൻ സാധിക്കാത്ത സെല്ലുകളുടെ കൂട്ടത്തെയാണ് പെർമനൻറ്റ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, പെർമനൻറ്റ് ടിഷ്യൂസ് ഒരുപാട് ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. പെർമനൻറ്റ് ടിഷ്യൂസിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ദേ ആർ സിമ്പിൾ ടിഷ്യൂ ആൻഡ് കോംപ്ലെക്സ് ടിഷ്യൂ. ഇതിൽ ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ് കോംപ്ലെക്സ് ടിഷ്യൂ. ഒരേപോലുള്ള സെല്ലുകൾ കൊണ്ടാണ് സിമ്പിൾ ടിഷ്യൂ ഫോം ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ ഇതൊക്കെയും സിമ്പിൾ ടിഷ്യൂസ് ആണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള സെല്ലുകൾ കൊണ്ടാണ് കോംപ്ലെക്സ് ടിഷ്യൂ ഫോം ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ സൈലം, ഫ്ലോയം ഇത് രണ്ടും കോംപ്ലെക്സ് ടിഷ്യൂസ് ആണ്. കോംപ്ലെക്സ് ടിഷ്യൂ ദേ ആർ മെയ്ഡ് ഓഫ് മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് സെൽസ് വിച്ച് വർക്ക്സ് ടുഗെദർ ആസ് എ യൂണിറ്റ്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെല്ലുകൾ കൊണ്ടാണ് കോംപ്ലെക്സ് ടിഷ്യൂ ഫോം ചെയ്തിരിക്കുന്നത്. എല്ലാ സെല്ലുകളും ഒന്നിച്ച് ഒരു യൂണിറ്റായി വർക്ക് ചെയ്ത് സിംഗിൾ ഫങ്ഷൻ പെർഫോം ചെയ്യും. കോംപ്ലെക്സ് ടിഷ്യൂസിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ദേ ആർ സൈലം ആൻഡ് ഫ്ലോയം. ഫസ്റ്റ് വൺ സൈലം. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സൈലം? കണ്ടക്ട് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം റൂട്ട്സ് ടു ലീവ്സ്, പ്രൊവൈഡ് മെക്കാനിക്കൽ സ്ട്രെങ്ത് ടു ദ പ്ലാന്റ് പാർട്സ്. പ്ലാന്റിൻ്റെ റൂട്ട് അബ്സോർബ് ചെയ്യുന്ന വാട്ടറും മിനറൽസും പ്ലാന്റ് ബോഡിയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് സൈലമാണ്. ഓക്കെ, അതായത് പ്ലാന്റിൻ്റെ റൂട്ട് വഴി അബ്സോർബ് ചെയ്യുന്ന വാട്ടറും മിനറൽസും പ്ലാന്റിൻ്റെ ഡിഫറെൻറ്റ് ബോഡി പാർട്സിലേക്ക് സപ്ലൈ ചെയ്യുന്നത് സൈലം ടിഷ്യൂസ് ആണ്. പ്ലാന്റിന് മെക്കാനിക്കൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നതും സൈലം ടിഷ്യൂസ് ആണ്. സോ സൈലം ഹെൽപ്സ് ഇൻ ട്രാൻസ്പോർട്ടിംഗ് വാട്ടർ ആൻഡ് മിനറൽസ് ആൻഡ് ഓൾസോ പ്രൊവൈഡ് മെക്കാനിക്കൽ സ്ട്രെങ്ത് ടു പ്ലാന്റ് പാർട്സ്. കമ്പോണൻസ് ഓഫ് സൈലം. സൈലം ടിഷ്യൂസിൽ കാണുന്ന ഡിഫറെൻറ്റ് സെൽസ് ഓർ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദേ ആർ ട്രക്കീഡ്സ്, വെസൽസ്, സൈലം ഫൈബേഴ്സ് ആൻഡ് സൈലം പാരൻകൈമ. ഫസ്റ്റ് വൺ ട്രക്കീഡ്സ്. Elongated tube-like dead cells with thick and lignified walls and tapering ends. Protoplasm absent. നീളത്തിൽ ട്യൂബ് പോലെ കാണുന്ന സെൽസ് ആണ് സൈലം ട്രക്കീഡ്സ്. ഡെഡ് സെൽസ് ആണ്. തിക്ക് വാൾസ് ആണ്, കട്ടിയുള്ള വാൾസ് ആണ് സൈലം ട്രക്കീഡ്സിന്. ലിഗ്നിഫൈഡ് വാൾസ് ആണ്. ലിഗ്നിൻ കൊണ്ടാണ് വാള് ഫോം ചെയ്തിരിക്കുന്നത്. ട്രക്കീഡ്സിൻ്റെ എൻഡ് അറ്റം ടാപ്പറിംഗ് എൻഡാണ്, ദാറ്റ് ഈസ് നേർത്തതായാണ് കാണുന്നത്. സൈലം ട്രക്കീഡ്സിൽ പ്രോട്ടോപ്ലാസം ആബ്സെൻ്റ് ആണ്. വെസൽസ്, ലോങ് സിലിണ്ട്രിക്കൽ ട്യൂബ് ലൈക്ക് സെൽസ് ദാറ്റ് ഈസ് കോൾഡ് വെസൽ മെമ്പേഴ്സ്. ഈച്ച് സെൽ ഹാസ് lignified walls and large central cavity. Protoplasm absent. Vessel members are interconnected through perforations in their common walls. നീളം കൂടിയ ട്യൂബ് പോലെ കാണുന്ന സിലിണ്ട്രിക്കൽ ഷേപ്പുള്ള സെൽസ് ആണ് വെസൽസ്. ഓരോ വെസൽസിനെയും കവർ ചെയ്ത് ലിഗ്നിഫൈഡ് വാൾസ് ഉണ്ട്, അതായത് ലിഗ്നിൻ കൊണ്ടുള്ള വാൾസ്. ഓരോ വെസൽസിനകത്തും ഒരു ക്യാവിറ്റി കാണാം. ദ ക്യാവിറ്റി ഈസ് large. Protoplasm absent. Protoplasm absent ആണ്. Vessel members are interconnected through perforations in their common walls. So vessel members means what? ഒരുപാട് സെല്ലുകൾ കൊണ്ടാണ് വെസൽ ഫോം ചെയ്തിരിക്കുന്നത്. ഓരോ സെൽസിനെയും വെസൽ മെമ്പേഴ്സ് എന്ന് പറയും. ഓരോ വെസൽ മെമ്പേഴ്സിൻ്റെയും ഇടയിൽ വാൾസ് ഉണ്ട്. വാൾസിൽ പെർഫൊറേഷൻസ് ഓർ ഓപ്പണിങ്സ് കാണാം. ഈ ഓപ്പണിങ്സ് വഴിയാണ് ഓരോ വെസൽ മെമ്പേഴ്സും പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നത്. സൈലം ഫൈബേഴ്സ്, ഹൈലി തിക്കൻഡ് വാൾസ് ആൻഡ് ഒബ്ലിറ്ററേറ്റഡ് സെൻട്രൽ ല്യൂമൻസ്. ദേ ആർ സെപ്റ്റേറ്റ് ഓർ അസെപ്റ്റേറ്റ്. തിക്ക് വാൾസ് ആണ് സൈലം ഫൈബേഴ്സിന്. ഒബ്ലിറ്ററേറ്റഡ് സെൻട്രൽ ല്യൂമൻ. ല്യൂമൻ എന്ന് പറഞ്ഞാൽ അകത്ത് കാണുന്ന സ്പേസ് ആണ്. ഒബ്ലിറ്ററേറ്റഡ് എന്ന് പറഞ്ഞാൽ അതായത് ലിഗ്നിൻ ഡിപ്പോസിഷന് കൂടുതലുള്ളത് കൊണ്ട് ല്യൂമൻ്റെ സ്പേസ് കുറവായിരിക്കും. They are septate or aseptate.
സൈലം ഫൈബേഴ്സിന് ഇടയിലായി ചിലപ്പോൾ സെപ്റ്റം കാണാം, അല്ലെങ്കിൽ ചിലപ്പോൾ സെപ്റ്റം ആബ്സെൻ്റ് ആയിരിക്കും. സൈലം പാരൻകൈമ ലിവിങ് ആൻഡ് തിൻ വാൾഡ് സെൽസ് വിത്ത് സെല്ലുലോസിക് സെൽ വാൾസ്. സൈലത്തിലെ ലിവിങ് എലമെൻ്റാണ് സൈലം പാരൻകൈമ. തിൻ വാൾസ് ആയിരിക്കും, സെല്ലുലോസ് കൊണ്ടാണ് സെൽ വാൾ ഫോം ചെയ്തിരിക്കുന്നത്. ദേ സ്റ്റോർ ഫുഡ് മെറ്റീരിയൽസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച് ഓർ ഫാറ്റ് ആൻഡ് സബ്സ്റ്റൻസസ് ലൈക്ക് ടാനിൻസ്. സൈലം പാരൻകൈമ ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. എങ്ങനെയാണ് ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുക? ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച്, ഫാറ്റ്, ടാനിൻസ് എക്സെട്ര. പ്ലാന്റിൻ്റെ ബാർക്കിൽ കാണുന്ന സബ്സ്റ്റൻസ് ആണ് ടാനിൻ. ഹെൽപ്സ് ഇൻ ദ റേഡിയൽ കണ്ടക്ഷൻ ഓഫ് വാട്ടർ. മറ്റുള്ള സൈലം കമ്പോണൻസ് വാട്ടറിൻ്റെ അപ്വേർഡ് മൂവ്മെൻറ്റിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് വാട്ടറിൻ്റെ മേലോട്ടേക്കുള്ള മൂവ്മെൻറ്റിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സൈലം പാരൻകൈമ വാട്ടറിൻ്റെ റേഡിയൽ കണ്ടക്ഷനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. According to their origin, primary xylem is of two types, protoxylem and metaxylem. Xylem ഫോം ചെയ്തതിനെ ബേസ് ചെയ്ത് രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, protoxylem and metaxylem. Protoxylem, the first formed primary xylem is called protoxylem. ആദ്യം ഫോം ചെയ്യുന്ന പ്രൈമറി xylem ആണ് protoxylem. Metaxylem, the later formed primary xylem is called metaxylem. പിന്നീട് ഫോം ചെയ്യുന്ന പ്രൈമറി xylem ആണ് metaxylem. പ്രോട്ടോസൈലവും മെറ്റാസൈലവും അറേഞ്ച് ചെയ്തതിനെ ബേസ് ചെയ്ത് രണ്ട് അറേഞ്ച്മെൻറ്റ്സ് പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് എൻഡാർക്ക് അറേഞ്ച്മെൻറ്റ് ആൻഡ് എക്സാർക്ക് അറേഞ്ച്മെൻറ്റ്. ഒബ്സർവ് ദി ഫിഗർ. സ്റ്റെമ്മിൻ്റെ സെക്ഷനാണിത്. ഓക്കെ, ഇതിൽ ഡിഫറെൻറ്റ് പാർട്സ് കാണാം. നമ്മൾ ഈ പാർട്സൊക്കെ പിന്നീട് ഡിസ്കസ് ചെയ്യും. ആൻഡ് ഒബ്സർവ് ഹിയർ, ഇതാണ് പിത്ത്. ഈ ഒരു പാർട്ടിനെയാണ് പിത്ത് എന്ന് പറയുക. ഇതാണ് പെരിഫറി റീജിയൺ. ഈ ഒരു റീജിയൺ ആണ് പെരിഫറി റീജിയൺ. സോ സ്റ്റെമ്മിൻ്റെ കേസിൽ പ്രോട്ടോസൈലം കാണുന്നത് പിത്തിന് നേരെയാണ്. ഓക്കെ, യു ക്യാൻ സീ ഹിയർ പ്രോട്ടോസൈലം കാണുന്നത് പിത്തിൻ്റെ നേരെയാണ്, മെറ്റാസൈലം കാണുന്നത് പെരിഫറിയിലാണ്. ഈ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് എൻഡാർക്ക് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ്, ഇൻ സ്റ്റംസ് ദ പ്രോട്ടോസൈലം ലൈസ് ടുവാർഡ്സ് ദ സെൻറ്റർ ഓർ പിത്ത് ആൻഡ് ദ മെറ്റാസൈലം ലൈസ് ടുവാർഡ്സ് ദ പെരിഫറി ഓഫ് ദ ഓർഗൻ. ദിസ് ടൈപ്പ് ഓഫ് പ്രൈമറി സൈലം ഈസ് കോൾഡ് എൻഡാർക്ക്. സ്റ്റെമ്മിൻ്റെ കേസിൽ പ്രോട്ടോസൈലം കാണുന്നത് പിത്തിന് നേരെയും മെറ്റാസൈലം കാണുന്നത് പെരിഫറിക്ക് നേരെയുമാണ്. ഈ ഒരു അറേഞ്ച്മെൻ്റ് ആണ് എൻഡാർക്ക് അറേഞ്ച്മെൻറ്റ്. ദെൻ വാട്ട് മേ ബി എക്സാർക്ക്? ഇൻ റൂട്ട്സ് ദ പ്രോട്ടോസൈലം ലൈസ് ടുവാർഡ്സ് ദ പെരിഫറി ആൻഡ് മെറ്റാസൈലം ലൈസ് ടുവാർഡ്സ് ദ സെൻറ്റർ. സച്ച് അറേഞ്ച്മെൻറ്റ് ഓഫ് പ്രൈമറി സൈലം ഈസ് കോൾഡ് എക്സാർക്ക്. ഒബ്സർവ് ദ ഫിഗർ. ഇതാണ് റൂട്ടിൻ്റെ സെക്ഷൻ. ഇവിടെ പ്രോട്ടോസൈലം പെരിഫറിക്ക് നേരെയാണ്, മെറ്റാസൈലം പിത്തിന് നേരെയാണ്. ഈ ഒരു അറേഞ്ച്മെൻ്റ് ആണ് എക്സാർക്ക് അറേഞ്ച്മെൻറ്റ്. ഓക്കെ, പ്രോട്ടോസൈലം പെരിഫറിക്ക് നേരെയും മെറ്റാസൈലം പിത്തിന് നേരെയും അറേഞ്ച് ചെയ്ത് കാണാം. ആൻഡ് ദിസ് ഈസ് കോൾഡ് എക്സാർക്ക്. നമ്മൾ കോംപ്ലെക്സ് ടിഷ്യൂ ആയ സൈലത്തെ പറ്റി ഡിസ്കസ് ചെയ്തു. സോ നെക്സ്റ്റ് കോംപ്ലെക്സ് ടിഷ്യൂ ആണ് ഫ്ലോയം. ഫങ്ഷൻസ് ഓഫ് ഫ്ലോയം. ഇറ്റ് ട്രാൻസ്പോർട്ട്സ് ഫുഡ് മെറ്റീരിയൽസ് ഫ്രം ലീവ്സ് ടു അതർ പാർട്സ് ഓഫ് ദ പ്ലാന്റ്. സൈലം ഹെൽപ്പ് ചെയ്യുന്നത് വാട്ടർ ട്രാൻസ്പോർട്ടിനാണ്. ഫ്രം റൂട്ട് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്. റൂട്ടിൽ നിന്നും പ്ലാന്റിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് സൈലമാണ്. ദെൻ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഫ്ലോയം? ഇറ്റ് ട്രാൻസ്പോർട്ട് ഫുഡ് ഫ്രം ലീവ്സ് ടു അതർ പാർട്സ് ഓഫ് ദ പ്ലാന്റ്. പ്ലാന്റിൻ്റെ ലീവ്സിൽ വെച്ചാണ് ഫുഡ് പ്രിപ്പറേഷൻ നടക്കുക ആഫ്റ്റർ ഫോട്ടോസിന്തസിസ്. ഈ ഫുഡ് പ്ലാന്റിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് സപ്ലൈ ചെയ്യുന്നത് ഫ്ലോയം ടിഷ്യൂസ് ആണ്. സോ ഫുഡ് ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്ന ടിഷ്യൂ ആണ് ഫ്ലോയം. ഫ്ലോയം ടിഷ്യൂസിലും 4 എലമെൻറ്റ്സ് ഓർ കമ്പോണൻസ് കാണാം. ദേ ആർ സീവ് ട്യൂബ് എലമെൻറ്റ്സ്, കമ്പാനിയൻ സെൽസ്, ഫ്ലോയം പാരൻകൈമ ആൻഡ് ഫ്ലോയം ഫൈബേഴ്സ്. ഫസ്റ്റ് വൺ, സീവ് ട്യൂബ് എലമെൻറ്റ്സ്. ലോങ് നാരോ ട്യൂബ്സ് അറേഞ്ച്ഡ് ലോങ്ങിറ്റ്യൂഡിനലി. ലോങ്, നീളം കൂടിയ നേർത്തതായി കാണുന്ന ട്യൂബ്സ് ആണ് സീവ് ട്യൂബ്സ്. ലോങ്ങിറ്റ്യൂഡിനലി ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒബ്സർവ് ദ ഫിഗർ. യു ക്യാൻ സീ സീവ് ട്യൂബ് എലമെൻറ്റ്സ്. ദേ ആർ ലോങ് narrow tubes arranged longitudinally. End walls are perforated to form the sieve plates. Sieve tubesന്റെ രണ്ട് എൻഡിലായി പെർഫോറേഷൻസ് ഓർ പോർസ് കാണാം. ഒബ്സർവ് ദ ഫിഗർ. ഇവിടെ പോർസ് കാണാം. സീവ് പോർസ് എന്നാണ് പോർസിനെ പറയുന്നത്. സീവ് പോർസ് ചേർന്നാണ് സീവ് പ്ലേറ്റ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ സീവ് പ്ലേറ്റ്. possess peripheral cytoplasm and a large vacuole but lacks a nucleus. പെരിഫറൽ സൈഡിൽ സൈറ്റോപ്ലാസം കാണാം, ലാർജ് വാക്യൂൾ കാണാം, ന്യൂക്ലിയസ് ആബ്സെൻ്റ് ആണ്. സോ സീവ് ട്യൂബ് എലമെൻസിൻ്റെ ഫങ്ഷൻ കൺട്രോൾ ചെയ്യുന്നത് കമ്പാനിയൻ സെൽസിൻ്റെ ന്യൂക്ലിയസ് ആയിരിക്കും.
Companion cells, specialized parenchymatous cells that are connected with sieve tubes by pith fields present between their common longitudinal walls. Parenchymatous cells ആണ് കമ്പാനിയൻ സെൽസ്. അതായത് കമ്പാനിയൻ സെൽസ് ഫോം ചെയ്തിരിക്കുന്നത് പാരൻകൈമാറ്റസ് സെൽസ് കൊണ്ടാണ്. സീവ് ട്യൂബ് എലമെൻസിനോട് അറ്റാച്ച് ചെയ്താണ് കമ്പാനിയൻ സെൽസ് കാണുന്നത്. ഒബ്സർവ് ദ ഫിഗർ. സീവ് ട്യൂബ് എലമെൻസിൻ്റെ അടുത്തായാണ് കമ്പാനിയൻ സെൽസിൻ്റെ ലൊക്കേഷൻ. സീവ് ട്യൂബ് എലമെൻസിനെയും കമ്പാനിയൻ സെൽസിനെയും ലോങ്കിറ്റ്യൂഡിനലി കണക്ട് ചെയ്യുന്ന വാളിൽ, അതായത് സീവ് ട്യൂബ് എലമെൻസിനെയും കമ്പാനിയൻ സെൽസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന വാളിൽ ഒബ്സർവ് ദ ഫിഗർ ഒരുപാട് പിറ്റ് ഫീൽസ് കാണാം. പിറ്റ് ഫീൽസ് എന്ന് പറഞ്ഞാൽ കുറച്ച് പിറ്റ് പോലുള്ള ഭാഗം. ഈ ഒരു ഭാഗത്തൂടെയാണ് രണ്ട് സെല്ലുകൾ തമ്മിലുള്ള ട്രാൻസ്പോർട്ട് നടക്കുക. ദ കമ്പാനിയൻ സെൽസ് ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് ദ പ്രഷർ ഗ്രേഡിയൻ ഇൻ ദ സീവ് ട്യൂബ്സ്. സീവ് ട്യൂബിലൂടെ ഫുഡ് മൂവ് ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് കമ്പാനിയൻ സെൽസ് ആണ്. നെക്സ്റ്റ്, ഫ്ലോയം പാരൻകൈമ, ഇലോങ്ങേറ്റഡ് ടാപ്പറിംഗ് സിലിണ്ടറിക്കൽ സെൽസ് വിത്ത് ഡെൻസ് സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ്. ഇലോങ്ങേറ്റഡ് അതായത് നീളം കൂടിയ സെൽസ് ആണ്. സിലിണ്ടറിക്കൽ ഷേപ്പാണ് സെൽസിന്. സൈറ്റോപ്ലാസം പ്രസൻ്റ് ആണ്. കൂടെ ന്യൂക്ലിയസും പ്രസൻ്റ് ആണ്. ഓക്കെ, ഡെൻസ് സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ് ഈസ് പ്രസൻറ്റ്. ആബ്സെൻറ്റ് ഇൻ മോണോകോട്ടിലിഡൻസ്. ഫ്ലോയം പാരൻകൈമ മോണോകോട്ടിലിഡൻസിൽ ആബ്സെൻ്റ് ആണ്. മോണോകോട്ട് പ്ലാന്റ്സിൽ ആബ്സെൻ്റ് ആണ്. ആൻഡ് ദ സെൽ വാൾ ഈസ് കമ്പോസ്ഡ് ഓഫ് സെല്ലുലോസ് ആൻഡ് ഹാസ് പിറ്റ്സ് ത്രൂ വിച്ച് പ്ലാസ്മോഡെസ്മാറ്റൽ കണക്ഷൻസ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ സെൽസ്. സെൽ വാൾ ഫോം ചെയ്തിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. സെൽ വാളിൽ പിറ്റ്സ് ഓർ ഓപ്പണിങ്സ് കാണാം. അടുത്തുള്ള സെല്ലുമായുള്ള കണക്ഷൻ ഈ പിറ്റ്സ് ഓർ പോർസ് വഴിയാണ്. The phloem parenchyma stores food material and other substances like resins, latex and mucilage. Phloem parenchyma ഫുഡ് സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്നു. അതേപോലെ റെസിൻസ്, ലാറ്റക്സ്, മ്യൂസിലേജ് ഇവയൊക്കെയും സ്റ്റോർ ചെയ്യുന്നത് ഫ്ലോയം പാരൻകൈമ ടിഷ്യൂസിലാണ്. ഫ്ലോയം ഫൈബേഴ്സ് ഓർ ബാസ്റ്റ് ഫൈബേഴ്സ്, ഇലോങ്ങേറ്റഡ് സ്ക്ലീറൻകൈമ സെൽസ് ഹാവിംഗ് നീഡിൽ ലൈക്ക് ടിപ്സ്. ഇലോങ്ങേറ്റഡ് സെൽസ് ആണ്. സ്ക്ലീറൻകൈമാറ്റസ് സെൽസ് ആണ്. ഫ്ലോയം ഫൈബേഴ്സ് ഫോം ചെയ്തിരിക്കുന്നത് സ്ക്ലീറൻകൈമാറ്റസ് സെൽസ് കൊണ്ടാണ്. ദ സെൽ വാൾ ഓഫ് ഫ്ലോയം ഫൈബേഴ്സ് ഈസ് ക്വൈറ്റ് തിക്ക്. ഫ്ലോയം ഫൈബേഴ്സിൻ്റെ സെൽ വാള് തിക്ക് സെൽ വാളാണ്. അറ്റ് മെച്യൂരിറ്റി ദീസ് ഫൈബേഴ്സ് ലോസ് ദെയർ പ്രോട്ടോപ്ലാസം ആൻഡ് ബിക്കം ഡെഡ്. ഫ്ലോയം ഫൈബേഴ്സ് ഓഫ് jute, flax and hemp are used commercially, give mechanical support, protect soft tissues. ഫ്ലോയം ഫൈബേഴ്സിൻ്റെ അറ്റം നീഡിൽ പോലെ കൂർത്തതാണ്. ഓക്കെ, മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് മെച്യൂർ ആയിക്കഴിഞ്ഞാൽ പ്രോട്ടോപ്ലാസം നഷ്ടപ്പെടും, സെൽസ് ഡെഡ് ആകും. ജൂട്ട്, ഫ്ലാക്സ്, ഹെംപ് ഇവയുടെ ഫ്ലോയം ഫൈബേഴ്സ് കമേഴ്ഷ്യലി യൂസ് ചെയ്യുന്നുണ്ട്. ഗിവ് മെക്കാനിക്കൽ സപ്പോർട്ട്, പ്രൊട്ടക്ട് സോഫ്റ്റ് ടിഷ്യൂസ്. പ്ലാന്റിന് മെക്കാനിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാനും സോഫ്റ്റ് ടിഷ്യൂസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഫ്ലോയം ഫൈബേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നു. According to their origin, phloem is of two types, protophlloem and metaphlloem. ഒറിജിൻ്റെ ബേസിൽ, അതായത് എപ്പോഴാണ് ഫോം ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്ത് ഫ്ലോയം രണ്ട് ടൈപ്പായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, പ്രോട്ടോഫ്ലോയം ആൻഡ് മെറ്റാഫ്ലോയം. പ്രോട്ടോഫ്ലോയം മീൻസ് ദ ഫസ്റ്റ് ഫോമഡ് ഫ്ലോയം ഈസ് കോൾഡ് പ്രോട്ടോഫ്ലോയം. ആദ്യം ഫോം ചെയ്ത ഫ്ലോയമാണ് പ്രോട്ടോഫ്ലോയം. മെറ്റാഫ്ലോയം മീൻസ് ദ ലേറ്റർ ഫോമഡ് ഫ്ലോയം ഈസ് കോൾഡ് മെറ്റാഫ്ലോയം. പിന്നീട് ഫോം ചെയ്യുന്ന ഫ്ലോയമാണ് മെറ്റാഫ്ലോയം. സോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ് ടിഷ്യൂസ്, അതായത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ, പെർമനൻറ്റ് ടിഷ്യൂ. പെർമനൻറ്റ് ടിഷ്യൂ അതിൽ കോംപ്ലെക്സ് ടിഷ്യൂസ് ആയ സൈലം ആൻഡ് ഫ്ലോയം. നെക്സ്റ്റ് ടോപ്പിക്, ടിഷ്യൂ സിസ്റ്റം. ബേസ്ഡ് ഓൺ ദ സ്ട്രക്ചർ ആൻഡ് ലൊക്കേഷൻ, ടിഷ്യൂ സിസ്റ്റംസ് ആർ ഓഫ് ത്രീ ടൈപ്സ്. സ്ട്രക്ചറും ലൊക്കേഷനും ബേസ് ചെയ്ത് പ്ലാന്റിലുള്ള ടിഷ്യൂ സിസ്റ്റം മൂന്നായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദേ ആർ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, ground or fundamental tissue system and vascular or conducting tissue system. First one, epidermal tissue system. It forms the outermost covering of the whole plant body. പ്ലാന്റിൻ്റെ പുറമെ കവർ ചെയ്ത് കാണുന്ന ടിഷ്യൂ സിസ്റ്റമാണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. ഓക്കെ, സോ പ്ലാന്റിൻ്റെ പുറം ഭാഗത്ത് കവർ ചെയ്ത് കാണുന്ന ടിഷ്യൂ സിസ്റ്റമാണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. ഹ്യൂമൻ ബോഡിയിൽ സ്കിന്ന് പോലെ പ്ലാന്റ്സിൻ്റെ കേസിൽ പുറമെ കവർ ചെയ്ത് കാണുന്ന ടിഷ്യൂ സിസ്റ്റമാണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. ഇറ്റ് കംപ്രൈസസ് എപ്പിഡെർമിസ്, സ്റ്റൊമാറ്റ ആൻഡ് എപ്പിഡെർമൽ അപ്പൻഡേജസ്. സോ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ആണ്
epidermis, stomata and epidermal appendages. Epidermis, it is the outermost protective layer of the plant body. പ്ലാന്റിൻ്റെ പുറമെ കാണുന്ന പ്രൊട്ടക്റ്റീവ് ലെയറാണ് എപ്പിഡെർമിസ്. എപ്പിഡെർമിസ് ഇസ് യൂഷ്വലി സിംഗിൾ ലെയേർഡ് കോമ്പാക്ട്ലി അറേഞ്ച്ഡ് പാരൻകൈമാറ്റസ് സെൽസ്. സിംഗിൾ ലെയർഡ് സെൽസ് ആണ് എപ്പിഡെർമിസ്. ഒരു ലെയർ സെൽസ് ആണ് എപ്പിഡെർമിസിൽ കാണാം. ഓക്കെ, ഏത് ടൈപ്പ് സെൽസ് ആണ് കാണുക? പാരൻകൈമാറ്റസ് സെൽസ് ആണ് എപ്പിഡെർമിസിൽ കാണുന്ന സെൽസ്. The epidermis is covered with a waxy coating called cuticle. Cuticle prevents the loss of water. It is absent in root. എപ്പിഡെർമിസിനെ കവർ ചെയ്ത് വാക്സി കോട്ടിങ് കാണാം. അതാണ് ക്യൂട്ടിക്കിൾ. സോ വാട്ടർ നഷ്ടപ്പെടുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ക്യൂട്ടിക്കിൾ. ക്യൂട്ടിക്കിൾ റൂട്ടിൻ്റെ കേസിൽ ആബ്സെൻ്റ് ആയിരിക്കും. സോ എപ്പിഡെർമിസിനെ കവർ ചെയ്ത് കാണുന്ന വാക്സി കവറിങ് ഓർ വാക്സി കോട്ടിംഗ് ആണ് ക്യൂട്ടിക്കിൾ. ഇറ്റ് പ്രിവെൻറ്റ്സ് ദ ലോസ് ഓഫ് വാട്ടർ ആൻഡ് ഇറ്റ് ഈസ് ആബ്സെൻ്റ് ഇൻ root. Stomata. These are minute pores present in the epidermis of leaves. ലീവ്സിൻ്റെ എപ്പിഡെർമിസിൽ കാണുന്ന ചെറിയ ഓപ്പണിങ്സ് ഓർ പോർസ് ആണ് സ്റ്റൊമാറ്റ. ഈച്ച് സ്റ്റോമ ഈസ് കമ്പോസ്ഡ് ഓഫ് ഗ്വാഡ് സെൽസ്. ഈ സ്റ്റൊമാറ്റേനെ കവർ ചെയ്ത് അല്ലെങ്കിൽ ഗ്വാഡ് ചെയ്ത് കാണുന്ന സെൽസ് ആണ് ഗ്വാഡ് സെൽസ്. ഓക്കെ, സോ ലീവ്സിൻ്റെ എപ്പിഡെർമിസിൽ കാണുന്ന ഓപ്പണിങ്സ് ആണ് സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റേനെ കവർ ചെയ്ത് ഗാഡ് സെൽസ് കാണാം. ഇൻ ഡൈക്കോട്സ് ദ ഗാഡ് സെൽസ് ആർ ബീൻ ഷേപ്ഡ്. In monocots, the guard cells are dumbbell-shaped. It regulates the opening and closing of stomata. Dicot plants-ൽ ഗാർഡ് സെൽസിൻ്റെ ഷേപ്പ് ബീൻ ഷേപ്പ്ഡ് ആണ്. ഓക്കെ, ബീൻസ് പോലെയാണ് അതിൻ്റെ ഷേപ്പ്. മോണോകോട്ട് പ്ലാന്റ്സിൻ്റെ കേസിൽ ഗാർഡ് സെൽസിൻ്റെ ഷേപ്പ് ഡംബൽ പോലെയാണ്. നമ്മൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് ഡംബൽ. സോ മോണോകോട്ട് പ്ലാന്റ്സിൻ്റെ കേസിൽ ഗാർഡ് സെൽസിൻ്റെ ഷേപ്പ് ഡംബൽ പോലെയാണ്. And what is the function of this guard cell? It regulates the opening and closing of stomata. So സ്റ്റൊമാറ്റയുടെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും, സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും സഹായിക്കുന്നത് ഗാർഡ് സെൽസ് ആണ്. The cells seen near the guard cells are known as subsidiary cells. The stomatal aperture, guard cells and the surrounding subsidiary cells are together called stomatal apparatus. Observe the figure. ഇതാണ് സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ്. യു ക്യാൻ സീ ഹിയർ സ്റ്റൊമാറ്റൽ പോർ. ഇതാണ് ഗാർഡ് സെൽസ്. സ്റ്റൊമാറ്റൽ പോറിനെ കവർ ചെയ്ത് കാണുന്ന സെൽസ് ആണ് ഗാർഡ് സെൽസ്. ഇനി ഗാർഡ് സെൽസിന് അടുത്തായി കാണുന്ന സെൽസ് ആണ് സബ്സിഡിയറി സെൽസ്. സോ യു ക്യാൻ സീ ഹിയർ സബ്സിഡിയറി സെൽസ്. സ്റ്റൊമാറ്റയുടെ ഓപ്പണിംഗ്, അതായത് സ്റ്റൊമാറ്റൽ പോർ, ഗാർഡ് സെൽ, സബ്സിഡിയറി സെൽ, ഇവയെ ഒന്നിച്ച് സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ് എന്ന് പറയും. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിൽ 3 സ്ട്രക്ചേഴ്സ് കാണുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ എപ്പിഡെർമിസ്, സ്റ്റൊമാറ്റ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് വൺ എപ്പിഡെർമൽ അപ്പൻഡേജസ്. ദ സെൽസ് ഓഫ് എപ്പിഡെർമിസ് ബിയർ എ നമ്പർ ഓഫ് ഔട്ട് ഗ്രോത്ത്സ്. ദേ ആർ ഓഫ് 2 types. എപ്പിഡെർമിസിൽ നിന്ന് പുറത്തേക്ക് ഗ്രോ ചെയ്യുന്ന സ്ട്രക്ചേഴ്സാണ് എപ്പിഡെർമൽ അപ്പൻഡേജസ്. എപ്പിഡെർമൽ അപ്പൻഡേജസ് 2 ടൈപ്പ് ഉണ്ട്. ദേ ആർ റൂട്ട് ഹെയർസ് ആൻഡ് ട്രൈക്കോംസ്. അതിൽ ഫസ്റ്റ് വൺ റൂട്ട് ഹെയർസ്. They are unicellular elongations of the epidermal cells. Helps to absorb water and minerals from the soil. റൂട്ടിൽ കാണുന്ന എപ്പിഡെർമൽ അപ്പൻഡേജസ് ആണ് റൂട്ട് ഹെയർസ്. യൂണിസെല്ലുലാർ ആണ് റൂട്ട് ഹെയർസ്. ദാറ്റ് ഈസ് ദേ ആർ ഫോംഡ് ഓഫ് സിംഗിൾ ലെയർ ഓഫ് സെൽസ്. സോയിലിൽ നിന്നും പ്ലാന്റിന് ആവശ്യമായ വാട്ടറും മിനറൽസും അബ്സോർബ് ചെയ്യുന്നത് റൂട്ട് ഹെയർസ് വഴിയാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ട്രൈക്കോംസ്. They are the epidermal hairs on the stem. സ്റ്റെമ്മിൽ കാണുന്ന എപ്പിഡെർമൽ അപ്പൻഡേജസ് ആണ് ട്രൈക്കോംസ്. They are multicellular, branched or unbranched and soft or stiff. മൾട്ടിസെല്ലുലാർ ആണ്. ബ്രാഞ്ചഡ് ട്രൈക്കോംസും കാണാം, അൺബ്രാഞ്ചഡ് ട്രൈക്കോംസും കാണാം. സോഫ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ സ്റ്റിഫ് ആയിരിക്കും, ഹാർഡ് ആയിരിക്കും. They may be secretory. Helps in preventing water loss due to transpiration. ചില ട്രൈക്കോംസ് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസസ് സെക്രീറ്റ് ചെയ്യാറുണ്ട്. That is they may be secretory and also helps in preventing water loss due to transpiration. Transpiration വഴി വാട്ടർ നഷ്ടപ്പെടുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയും ട്രൈക്കോംസ് ഹെൽപ്പ് ചെയ്യുന്നു. ഒബ്സർവ് ദിസ് ഫിഗർ. ഒരു പ്ലാന്റിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്താൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂ സിസ്റ്റംസ് കാണാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം ഔട്ടർമോസ്റ്റ് കാണുന്ന ടിഷ്യൂ സിസ്റ്റമാണ്. ഓക്കെ, അത് കഴിഞ്ഞ് കാണുന്നതാണ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ഓർ ഫണ്ടമെൻ്റൽ ടിഷ്യൂ സിസ്റ്റം. അതിന് ശേഷം കാണുന്ന ടിഷ്യൂ സിസ്റ്റമാണ് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം.
So next is ground tissue system. All tissues except epidermis and vascular bundles constitute the ground tissue. എപ്പിഡേമിസും വാസ്കുലാർ ബണ്ടിൽസും അതായത് വാസ്കുലാർ ടിഷ്യൂസും ഒഴികെയുള്ള ടിഷ്യൂസ് ആണ് ഗ്രൗണ്ട് ടിഷ്യൂസ് ഓർ ഫണ്ടമെൻ്റൽ ടിഷ്യൂസ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സിമ്പിൾ ടിഷ്യൂസ്. സിമ്പിൾ ടിഷ്യൂസ് ആണ് ഗ്രൗണ്ട് ടിഷ്യൂസിൽ കാണുന്നത്. Parenchymatous cells are usually present in cortex, pericycle, pith and medullary rays in the primary stem and root. പ്രൈമറി സ്റ്റെമ്മിലും റൂട്ടിലും അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ആയ കോർട്ടെക്സ്, പെരിസൈക്കിൾ, പിത്ത്, മെഡുലറി റേസ് എന്നീ ഭാഗങ്ങളിൽ കാണുന്നത് പാരൻകൈമാറ്റസ് സെൽസ് ആണ്. അതായത് സ്റ്റെമ്മിൻ്റെയും റൂട്ടിൻ്റെയും അനാട്ടമിയിൽ ഉൾപ്പെടുന്ന ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ആണ് കോർട്ടെക്സ്, പെരിസൈക്കിൾ, പിത്ത്, മെഡുലറി റേസ് എക്സെട്ര. ഇതൊക്കെയും ഗ്രൗണ്ട് ടിഷ്യൂസിൻ്റെ ഭാഗമാണ്. സോ അവിടെ കാണുന്ന ഗ്രൗണ്ട് ടിഷ്യൂ ഏത് ടൈപ്പ് സെൽസ് കൊണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് പാരൻകൈമാറ്റസ് cells. In leaves, the ground tissue consists of thin-walled chloroplast containing cells and is called mesophyll. ലീവ്സിൽ ഗ്രൗണ്ട് ടിഷ്യൂസിൽ ക്ലോറോപ്ലാസ്റ്റ് ഉള്ള സെല്ലുകൾ കാണാം. അവയെ മീസോഫിൽ സെൽസ് എന്ന് പറയും. സോ ദാറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് ലീവ്സ്. ലീവ്സിൻ്റെ കേസിൽ ഗ്രൗണ്ട് ടിഷ്യൂസിൽ കാണുന്നത് ഏത് ടൈപ്പ് സെല്ലാണ്? ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്നിങ് സെൽ. അങ്ങനെയുള്ള സെൽസിനെ പറയുന്നത് മീസോഫിൽ സെൽസ് എന്നാണ്. നെക്സ്റ്റ് ഈസ് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. The vascular system consists of complex tissues, the xylem and phloem. വാസ്കുലാർ ടിഷ്യൂസിൽ ഉൾപ്പെടുന്നത് കോംപ്ലെക്സ് ടിഷ്യൂസ് ആയ സൈലം ആൻഡ് ഫ്ലോയം ആണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സൈലം ആൻഡ് ഫ്ലോയം വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കോംപ്ലെക്സ് ടിഷ്യൂസ് ആണ്. ദ സൈലം ആൻഡ് ഫ്ലോയം ടുഗെദർ കോൺസ്റ്റിറ്റ്യൂട്ട് വാസ്കുലാർ ബണ്ടിൽ. സൈലം ആൻഡ് ഫ്ലോയം ഒന്നിച്ച് വാസ്കുലാർ ബണ്ടിൽസ് എന്ന് പറയും. Based on the arrangement of xylem and phloem, vascular bundles are of two types. So vascular bundles എന്ന് പറഞ്ഞാൽ xylem and phloem together. So based on the arrangement of xylem and phloem, സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും അറേഞ്ച്മെൻറ്റ് ബേസ് ചെയ്ത് വാസ്കുലാർ ബണ്ടിൽസിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ദേ ആർ റേഡിയൽ ടൈപ്പ് ആൻഡ് കൺജോയിൻ ടൈപ്പ്. ഫസ്റ്റ് വൺ റേഡിയൽ ടൈപ്പ്. ഇൻ ദിസ് ദ സൈലം ആൻഡ് ഫ്ലോയം within a vascular bundle are arranged in an alternate manner on different radii, as in roots. Xylem and phloem ഇവിടെ ആൾട്ടർനേറ്റ് ആയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സൈലം, ഫ്ലോയം, സൈലം, ഫ്ലോയം അതുപോലെ. ഓക്കെ, ഒരേ റേഡിയസിലല്ല ഡിഫറെൻറ്റ് റേഡിയസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒബ്സർവ് ദ ഫിഗർ. സൈലം ആൻഡ് ഫ്ലോയം സെപ്പറേറ്റ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതുപോലുള്ള അറേഞ്ച്മെൻറ്റിന് റേഡിയൽ ടൈപ്പ് എന്ന് പറയും. ഓക്കെ, ഇത് കാണുന്നത് റൂട്ടിൻ്റെ കേസിലാണ്. റേഡിയൽ ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് കാണുന്നത് റൂട്ടിൻ്റെ കേസിലാണ്. ദാറ്റ് ഈസ് യു ക്യാൻ സീ ഹിയർ. ആദ്യം സൈലം, നെക്സ്റ്റ് ഫ്ലോയം, നെക്സ്റ്റ് സൈലം, നെക്സ്റ്റ് ഫ്ലോയം. സെക്കൻഡ് വൺ കൺജോയിൻ ടൈപ്പ്. ഇൻ ദിസ് സൈലം ആൻഡ് ഫ്ലോയം ആർ സിറ്റുവേറ്റഡ് അറ്റ് ദ സെയിം റേഡിയസ് ഓഫ് വാസ്കുലാർ ബണ്ടിൽസ്. ഇവിടെ സൈലം ആൻഡ് ഫ്ലോയം ഒരേ റേഡിയസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സീൻ ഇൻ സ്റ്റെംസ് ആൻഡ് ലീവ്സ്, the conjoined vascular bundles have the phloem located only on the outer side of xylem. So conjoined type vascular bundles കാണുന്നത് സ്റ്റമ്മിലും ലീവ്സിലുമാണ്. ഇവിടെ കൺജോയിൻഡ് ടൈപ്പിൽ ഫ്ലോയം സൈലത്തിൻ്റെ പുറത്തായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഒബ്സർവ് ദ ഫിഗർ. സൈലത്തിൻ്റെ പുറത്തായാണ് ഫ്ലോയം അറേഞ്ച് ചെയ്ത് കാണുക. ഓക്കെ, സൈലം ആൻഡ് ഫ്ലോയം ഒന്നിച്ച് കൺജോയിൻഡ് ആയാണ് അറേഞ്ച്മെൻറ്റ്. Based on the presence or absence of cambium, vascular bundles are of two types. Cambium present ആണോ ആബ്സെൻ്റ് ആണോ എന്നതിനെ ബേസ് ചെയ്ത് വാസ്കുലാർ ബണ്ടിൽസിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ഓപ്പൺ ടൈപ്പ് ആൻഡ് ക്ലോസ്ഡ് ടൈപ്പ്. ഫസ്റ്റ് വൺ ഓപ്പൺ ടൈപ്പ്. ഇൻ ദിസ് cambium is present between phloem and xylem. Such vascular bundles possess the ability to form secondary xylem and phloem tissues. They are seen in dicot stem. ഓപ്പൺ ടൈപ്പ് വാസ്കുലാർ ബണ്ടിൽസിൽ ഫ്ലോയത്തിൻ്റെയും സൈലത്തിൻ്റെയും ഇടയിൽ കാമ്പിയം കാണാം. ഓക്കെ, ഇവയ്ക്ക് പിന്നീട് സെക്കൻഡറി സൈലം ആൻഡ് ഫ്ലോയം ഫോം ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. സോ ഫ്ലോയത്തിനും സൈലത്തിനും ഇടയിൽ കാമ്പിയം പ്രസൻ്റ് ആണെങ്കിൽ അത് ഓപ്പൺ ടൈപ്പ് വാസ്കുലാർ ബണ്ടിൽസ് ആണ്. കാമ്പിയം എന്ന് പറയുന്നത് മെറിസ്റ്റമാറ്റിക് സെൽസ് ആണ്. റാപ്പിഡായി ഡിവൈഡ് ചെയ്യാൻ എബിലിറ്റി ഉള്ള സെൽസ് ആണ് മെറിസ്റ്റമാറ്റിക് സെൽസ്. സെക്കൻഡറി ഗ്രോത്ത് കാണിക്കുന്ന പ്ലാന്റ്സിലാണ് കാമ്പിയം കാണുക, അതായത് പിന്നീട് ട്രീ ആയി മാറുന്ന പ്ലാന്റ്സിൽ. നെക്സ്റ്റ് ടൈപ്പ് ക്ലോസ്ഡ് ടൈപ്പ്. ഇൻ ദിസ് കാമ്പിയം ഈസ് ആബ്സെൻറ്റ്. ദേ ഡു നോട്ട് ഫോം സെക്കൻഡറി ടിഷ്യൂസ്. ദേ ആർ സീൻ ഇൻ മോണോകോട്സ്. ഇവിടെ കാമ്പിയം ആബ്സെൻ്റ് ആണ്. സൈലത്തിനും ഫ്ലോയത്തിനും ഇടയിലായി കാമ്പിയം ആബ്സെൻ്റ് ആണ്. ഇവ സെക്കൻഡറി ടിഷ്യൂസ് ഫോം ചെയ്യില്ല.
സോ ഇതുപോലെ ക്ലോസറ്റ് ടൈപ്പ് വാസ്കുലാർ ബണ്ടിൽസ് കാണുന്നത് മോണോകോട്സിലാണ്. സോ 3 ടൈപ്പ് ടിഷ്യൂ സിസ്റ്റംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ആൻഡ് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. നെക്സ്റ്റ് ടോപ്പിക് ഡൈക്കോട്ട് റൂട്ട്. ലെറ്റ് us സ്റ്റഡി അബൌട്ട് ഡൈക്കോട്ട് റൂട്ട്. ഡൈക്കോട്ട് റൂട്ടിൽ കാണുന്ന ഡിഫറെൻറ്റ് പാർട്സും അതിൻ്റെ പെക്യുലാരിറ്റീസ് ആൻഡ് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ റൂട്ടിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്താൽ, ഡൈക്കോട്ട് റൂട്ടിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്താൽ we can see like this. Okay, observe the figure. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് പാർട്സ്? ഫസ്റ്റ് വൺ എപ്പിഡെർമിസ്. ദ ഔട്ടർമോസ്റ്റ് ലെയർ റൂട്ട് ഹെയർസ് ആർ പ്രസൻറ്റ്. പുറമേ കാണുന്ന പാർട്ട്, പുറമേ കാണുന്ന ലെയർ ആണ് എപ്പിഡെർമിസ്. എപ്പിഡെർമിസിൽ റൂട്ട് ഹെയർസ് കാണാം. ഒബ്സർവ് ദ ഫിഗർ. യു ക്യാൻ സീ ദർ എപ്പിഡെർമിസ് ലെയർ. എപ്പിഡെർമിസിന് മേലെയായി റൂട്ട് ഹെയർസ് കാണാം. ആൻഡ് നെക്സ്റ്റ് പാർട്ട് കോർട്ടെക്സ്. അതിന് ശേഷം കാണുന്ന പാർട്ടാണ് കോർട്ടെക്സ്. തിൻ വാൾഡ് പാരൻകൈമ സെൽസ്. കോർട്ടെക്സിൽ കാണുന്നത് തിൻ വാളുള്ള ഒരുപാട് പാരൻകൈമ സെൽസ് ആണ്. ദ ഇന്നർമോസ്റ്റ് ലെയർ എൻഡോഡെർമിസ്. കോർട്ടെക്സിൻ്റെ ഇന്നർമോസ്റ്റ് ലെയറാണ് എൻഡോഡെർമിസ്. കോർട്ടെക്സിൻ്റെ താഴെയായി ഇന്നർമോസ്റ്റ് ഭാഗത്തായി കാണുന്ന ലെയറാണ് എൻഡോഡെർമിസ്. ദ എൻഡോഡെർമൽ സെൽസ് ഓഫ് റൂട്ട് ഹാവ് കാസ്പാരിയൻ സ്ട്രിപ്സ് ഡ്യൂ ടു ദ ഡിപ്പോസിഷൻ ഓഫ് വാട്ടർ ഇംപെർമിയബിൾ വാക്സി മെറ്റീരിയൽ സ്യൂബറിൻ. റൂട്ടിൻ്റെ കേസിൽ എൻഡോഡെർമിസ് ലെയറിൽ കാസ്പാരിയൻ സ്ട്രിപ്സ് കാണാം. ഓക്കെ, സ്യൂബറിൻ ഡിപ്പോസിറ്റ് ചെയ്താണ് കാസ്പാരിയൻ സ്ട്രിപ്സ് ഫോം ചെയ്യുന്നത്. സ്യൂബറിൻ വാട്ടർ ഇംപെർമിയബിൾ സബ്സ്റ്റൻസ് ആണ്, വെള്ളത്തിന് കടത്തിവിടില്ല, വാക്സി സബ്സ്റ്റൻസസ് ആണ്. സോ ഔട്ടർമോസ്റ്റ് കാണുന്നത് എപ്പിഡെർമിസ്, നെക്സ്റ്റ് കോർട്ടെക്സ്, നെക്സ്റ്റ് പാർട്ടാണ് സ്റ്റീൽ. ഓൾ ടിഷ്യൂസ് ഓൺ ദ ഇന്നർ സൈഡ് ഓഫ് ദ എൻഡോഡെർമിസ് ഈസ് സ്റ്റീൽ. എൻഡോഡെർമിസിൻ്റെ ഇന്നർ സൈഡിൽ കാണുന്ന ടിഷ്യൂസിന് ഒന്നിച്ച് സ്റ്റീൽ എന്ന് പറയും. സോ വിച്ച് ഓൾ പാർട്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ സ്റ്റീൽ. സ്റ്റീലിൽ കാണുന്ന ഡിഫറെൻറ്റ് പാർട്സ് ഏതൊക്കെയാണ്? അതിന് താഴെ കാണുന്ന ഭാഗങ്ങൾ, അതായത് പെരിസൈക്കിൾ, വാസ്കുലാർ ബണ്ടിൽ ദാറ്റ് ഈസ് സൈലം ആൻഡ് ഫ്ലോയം, കൺജക്റ്റീവ് ടിഷ്യൂ ആൻഡ് പിത്ത്. സ്റ്റീലിൻ്റെ ആദ്യത്തെ പാർട്ട് പെരിസൈക്കിൾ. പാരൻകൈമാറ്റസ് സെൽ, ലാറ്ററൽ റൂട്ട്സ് ആൻഡ് വാസ്കുലാർ കാമ്പിയം ഒറിജിനേറ്റ്സ് ഫ്രം ദീസ് സെൽസ്. ഒബ്സർവ് ദ ഫിഗർ. പെരിസൈക്കിൾ കാണാം. എൻഡോഡെർമിസ് കഴിഞ്ഞ് കാണുന്ന പാരൻകൈമാറ്റസ് സെൽസ് ആണ് പെരിസൈക്കിൾ. ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് പെക്യുലാരിറ്റി? ലാറ്ററൽ റൂട്ട്സ് ആൻഡ് വാസ്കുലാർ കാമ്പിയം ഒറിജിനേറ്റ്സ് ഫ്രം ദീസ് സെൽസ്. ലാറ്ററൽ റൂട്ട് ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നത് പെരിസൈക്കിളാണ്. അതായത് ലാറ്ററൽ റൂട്ട്സ് ഫോം ചെയ്യുന്നത് പെരിസൈക്കിളിൽ നിന്നാണ്. വാസ്കുലാർ കാമ്പിയം ഫോം ചെയ്യുന്നതും പെരിസൈക്കിളിൽ നിന്നാണ്. ആൻഡ് നെക്സ്റ്റ് വൺ വാസ്കുലാർ ബണ്ടിൽസ്. സ്റ്റീലിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് വാസ്കുലാർ ബണ്ടിൽ. There are usually 2 to 4 xylem and phloem patches radially arranged. Xylem and phloem ഒന്നിച്ചാണ് വാസ്കുലാർ ബണ്ടിൽസ്. സോ 2 to 4 വാസ്കുലാർ ബണ്ടിൽസ് കാണാം. ഇവിടെ എക്സാർക്ക് അറേഞ്ച്മെൻ്റ് ആണ്, അതായത് പ്രോട്ടോസൈലം പെരിഫറിക്ക് നേരെയും മെറ്റാസൈലം പിത്തിന് നേരെയുമാണ് അറേഞ്ച്മെൻറ്റ്. നെക്സ്റ്റ് ഈസ് കൺജങ്ക്റ്റീവ് ടിഷ്യൂ. പാരൻകൈമാറ്റസ് സെൽസ് വിച്ച് ലൈ ബിറ്റ്വീൻ ദ സൈലം ആൻഡ് ഫ്ലോയം. സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയിൽ കാണുന്ന പാരൻകൈമാറ്റസ് സെൽസ് ആണ് കൺജങ്ക്റ്റീവ് ടിഷ്യൂ. ആൻഡ് ലാസ്റ്റ് പാർട്ട് പിത്ത്. ഇന്നർമോസ്റ്റ് റീജിയൺ ഓഫ് ദ സ്റ്റീൽ. ഇറ്റ് ഈസ് സ്മോൾ ഓർ ഇൻകോൺസ്പിഷ്യസ്. സ്റ്റീലിൻ്റെ ഇന്നർമോസ്റ്റ് റീജിയൺ ആണ് പിത്ത്. ഓക്കെ, സ്മോൾ റീജിയൺ ആണ് പിത്ത്. നെക്സ്റ്റ് മോണോകോട്ട് റൂട്ട്. നെക്സ്റ്റ് ലെറ്റ് us സ്റ്റഡി അബൌട്ട് മോണോകോട്ട് റൂട്ട്. ഇറ്റ് ഹാസ് എപ്പിഡെർമിസ്, കോർട്ടെക്സ് ആൻഡ് സ്റ്റീൽ. മോണോകോട്ട് റൂട്ടിൻ്റെ അനാട്ടമി ഡൈക്കോട്ട് റൂട്ട് പോലെയാണ്. എപ്പിഡെർമിസ് കാണാം, കോർട്ടെക്സ് കാണാം, സ്റ്റീൽ കാണാം. ദർ ആർ മോർ ദാൻ 6 സൈലം ബണ്ടിൽസ് ഇൻ ദ മോണോകോട്ട് റൂട്ട്. ഇവിടെ മോർ ദാൻ 6, അതായത് 6ൽ കൂടുതൽ സൈലം ബണ്ടിൽസ് കാണാം. ആൻഡ് ദിസ് അറേഞ്ച്മെൻറ്റ് ഈസ് കോൾഡ് പോളി ആർക്ക്. പിത്ത് ഈസ് ലാർജ് ആൻഡ് വെൽ ഡെവലപ്ഡ്. ഡൈക്കോട്ട് റൂട്ടിൻ്റെ കേസിൽ പിത്ത് സ്മോൾ ആണ്. മോണോകോട്ട് റൂട്ടിൻ്റെ കേസിൽ പിത്ത് കുറച്ചുകൂടി വലുതാണ്, അതേപോലെ ഡെവലപ്ഡ് ആണ്. മോണോകോട്ട് റൂട്ട്സ് ഡു നോട്ട് അണ്ടർഗോ എനി സെക്കൻഡറി ഗ്രോത്ത്. മോണോകോട്ട് റൂട്ടിൽ സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നില്ല. ദെൻ വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഡൈക്കോട്ട് റൂട്ട് ആൻഡ് മോണോകോട്ട് റൂട്ട്. ഡൈക്കോട്ട് റൂട്ടും മോണോകോട്ട് റൂട്ടും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഡൈക്കോട്ട് റൂട്ട്. സൈലം ആൻഡ് ഫ്ലോയം എലമെൻറ്റ്സ് ആർ ലിമിറ്റഡ് ഇൻ നമ്പർ. മോണോകോട്ട് റൂട്ട് സൈലം ആൻഡ് ഫ്ലോയം ആർ ന്യൂമറസ്, ദാറ്റ് ഈസ് എബവ് 6. 2നും 6നും ഇടയിലായിരിക്കും സൈലം ആൻഡ് ഫ്ലോയം ഡൈക്കോട്ട് റൂട്ടിൻ്റെ കേസിൽ. പക്ഷേ മോണോകോട്ട് റൂട്ടിൻ്റെ കേസിലാണെങ്കിൽ എബവ് 6, 6ൽ കൂടുതലായിരിക്കും. സൈലം വെസൽസ് ആർ പോളിഗണൽ ഇൻ ഷേപ്പ്. ഇൻ മോണോകോട്ട് റൂട്ട് സൈലം വെസൽസ് ആർ റൗണ്ട് ഇൻ ഷേപ്പ്. ഡൈക്കോട്ട് റൂട്ടിൽ സൈലം വെസൽസിൻ്റെ ഷേപ്പ് പോളിഗണലാണ്. മോണോകോട്ട് റൂട്ടിൽ
റൗണ്ട് ഷേപ്പാണ്. പിത്ത് ഈസ് സ്മോൾ ഓർ ആബ്സെൻറ്റ് ഇൻ ഡൈക്കോട്ട് റൂട്ട്. ഡൈക്കോട്ട് റൂട്ടിൽ പിത്ത് ചെറുതായിരിക്കും അല്ലെങ്കിൽ ആബ്സെൻ്റ് ആയിരിക്കും. മോണോക്കോട്ട് റൂട്ടിൽ പിത്ത് ഈസ് ലാർജ്. ആൻഡ് ഡൈക്കോട്ട് റൂട്ട് അണ്ടർഗോ സെക്കൻഡറി ഗ്രോത്ത്. ഡൈക്കോട്ട് റൂട്ടിൽ സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നുണ്ട്. ആൻഡ് മോണോക്കോട്ട് റൂട്ട് ഡു നോട്ട് അണ്ടർഗോ എനി സെക്കൻഡറി ഗ്രോത്ത്. മോണോക്കോട്ട് റൂട്ടിൽ സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നില്ല. സോ ദീസ് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഡൈക്കോട്ട് റൂട്ട് ആൻഡ് മോണോക്കോട്ട് റൂട്ട്. സോ ഡൈക്കോട്ട് റൂട്ടിൻ്റെയും മോണോക്കോട്ട് റൂട്ടിൻ്റെയും അനാട്ടമിക്കൽ സ്ട്രക്ചർ നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ഡൈക്കോട്ട് സ്റ്റം. ഏതൊക്കെയാണ് ഡൈക്കോട്ട് സ്റ്റെമ്മിൽ കാണുന്ന ഡിഫറെൻറ്റ് പാർട്സ്? ഫസ്റ്റ് വൺ എപ്പിഡെർമിസ്. ഔട്ടർമോസ്റ്റ് ലെയർ കവേർഡ് വിത്ത് ക്യൂട്ടിക്കിൾ മേ ബിയർ ട്രൈക്കോംസ് ആൻഡ് എ ഫ്യൂ സ്റ്റൊമാറ്റ. ഔട്ടർമോസ്റ്റ് ലെയർ ആണ് എപ്പിഡെർമിസ്. ഓക്കെ, എപ്പിഡെർമിസിനെ കവർ ചെയ്ത് ക്യൂട്ടിക്കിൾ കാണാം. വാക്സി സബ്സ്റ്റൻസസ് ഓർ വാക്സി കവറിംഗ് ആണ് ക്യൂട്ടിക്കിൾ. ട്രൈക്കോംസ് കാണാം. അതേപോലെ സ്റ്റൊമാറ്റൽ ഓപ്പണിങ്സ് കൂടി കാണാം. എപ്പിഡെർമിസ് കഴിഞ്ഞ് കാണുന്ന നെക്സ്റ്റ് പാർട്ടാണ് കോർട്ടെക്സ്. ഓക്കെ, ഒബ്സർവ് ദ ഫിഗർ. എപ്പിഡെർമിസ് കാണാം. അത് കഴിഞ്ഞ് കാണുന്ന നെക്സ്റ്റ് പാർട്ടിനെ കോർട്ടെക്സ് എന്ന് പറയും. ഇറ്റ് ഈസ് ദ മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് ഹെട്രോജിനസ് സെൽസ് അറേഞ്ച്ഡ് ഇൻ ബിറ്റ്വീൻ എപ്പിഡെർമിസ് ആൻഡ് പെരിസൈക്കിൾ. എപ്പിഡെർമിസിൻ്റെയും പെരിസൈക്കിളിൻ്റെയും ഇടയിലായി കാണുന്ന പാർട്ടാണ് കോർട്ടെക്സ്. എങ്ങനെയുള്ള പാർട്ടാണ് കോർട്ടെക്സ്? ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് ഹെട്രോജിനസ് സെൽസ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് കൊണ്ടാണ് കോർട്ടെക്സ് ഫോം ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് മെയ്ഡപ്പ് ഓഫ് 3 സബ്സോൺസ്. കോർട്ടെക്സ് റീജിയണിൽ 3 സബ്സോൺസ് കാണാം. വിച്ച് ആർ ദേ? ലെറ്റ് us see. ഹൈപ്പോഡെർമിസ് ബിലോ എപ്പിഡെർമിസ് കോളൻകൈമാറ്റസ് സെൽസ്. ഇറ്റ് പ്രൊവൈഡ്സ് മെക്കാനിക്കൽ സ്ട്രെങ്ത്. എപ്പിഡെർമിസിൻ്റെ തൊട്ട് താഴെ കാണുന്ന കോളൻകൈമാറ്റസ് സെൽസ് ആണ് ഹൈപ്പോഡെർമിസ്. ഒബ്സർവ് ദ ഫിഗർ. എപ്പിഡെർമിസിന് താഴെയായി കാണുന്ന കോളൻകൈമാറ്റസ് സെൽസ് ഉള്ള ഭാഗത്തെയാണ് ഹൈപ്പോഡെർമിസ് എന്ന് പറയാം. വാട്ട് ഈസ് ഇറ്റ്സ് ഫംഗ്ഷൻ? ഇറ്റ് പ്രൊവൈഡ്സ് മെക്കാനിക്കൽ സ്ട്രെങ്ത്. മെക്കാനിക്കൽ സ്ട്രെങ്ത്, പ്ലാന്റിന് മെക്കാനിക്കൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത് ഹൈപ്പോഡെർമിസ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ കോർട്ടിക്കൽ ലെയേഴ്സ്. ബിലോ ഹൈപ്പോഡെർമിസ് റൗണ്ട് തിൻ വാൾഡ് പാരൻകൈമ സെൽ. ഹൈപ്പോഡെർമിസിന് താഴെയായി കാണുന്ന പാർട്ടാണ് കോർട്ടിക്കൽ ലെയേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് മേഡപ്പ് ഓഫ് പാരൻകൈമ സെൽസ്. ഇവിടെ കാണുന്നത് റൗണ്ട് ഷേപ്പിലുള്ള തിൻ വാളുള്ള പാരൻകൈമാറ്റസ് സെൽസ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ കോർട്ടെക്സിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് എൻഡോഡെർമിസ്. ഇന്നർമോസ്റ്റ് ലെയർ. The cells are rich in starch and hence it is called a starch sheath. കോർട്ടെക്സിൻ്റെ ഇന്നർമോസ്റ്റ് ലെയർ ആണ് എൻഡോഡെർമിസ്. എൻഡോഡെർമിസിൽ കൂടുതൽ സ്റ്റാർച്ച് ഡിപ്പോസിഷൻ കാണാം. അതുകൊണ്ട് എൻഡോഡെർമിസിനെ സ്റ്റാർച്ച് ഷീത്ത് എന്ന് കൂടി പറയും. സോ ദീസ് ആർ ദ 3 സബ്സോൺസ് ഓഫ് കോർട്ടെക്സ്: ഹൈപ്പോഡെർമിസ്, കോർട്ടിക്കൽ ലെയേഴ്സ് ആൻഡ് എൻഡോഡെർമിസ്. നെക്സ്റ്റ് കാണുന്ന പാർട്ടാണ് സ്റ്റീൽ. സെൻട്രൽ പാർട്ട് ഓഫ് ദ സ്റ്റം ഇന്നർ ടു എൻഡോഡെർമിസ്. എൻഡോഡെർമിസിന് ഉള്ളിലായി കാണുന്ന സ്റ്റെമ്മിൻ്റെ സെൻട്രൽ പാർട്ടാണ് സ്റ്റീൽ. ഇറ്റ് ഇൻക്ലൂഡ്സ് പെരിസൈക്കിൾ. ഫസ്റ്റ് വൺ പെരിസൈക്കിൾ. സെമി ലൂനാർ പാച്ചസ് ഓഫ് sclerenchymo above the phloem called bundle cap. വാസ്കുലാർ ബണ്ടിൽസ്, ദാറ്റ് ഈസ് സൈലം ആൻഡ് ഫ്ലോയത്തിൻ്റെ മുകളിലായി ഒരു ക്യാപ്പ് പോലെ അറേഞ്ച് ചെയ്ത് കാണുന്ന sclerenchymo സെൽസ് ആണ് പെരിസൈക്കിൾ. വാസ്കുലാർ ബണ്ടിൽസിന് മേലെ ഒരു ക്യാപ്പ് പോലെ കാണുന്നത് കൊണ്ട് ഇതിനെ ബണ്ടിൽ ക്യാപ്പ് എന്ന് പറയും. വാസ്കുലാർ ബണ്ടിൽസ് ലാർജ് ഇൻ നമ്പർ അറേഞ്ച്ഡ് ഇൻ എ റിംഗ്. ഈച്ച് വാസ്കുലാർ ബണ്ടിൽ ഈസ് കൺജോയിൻഡ്, ഓപ്പൺ ആൻഡ് വിത്ത് എൻഡാർക്ക് പ്രോട്ടോസൈലം. നെക്സ്റ്റ് വാസ്കുലാർ ബണ്ടിൽസ് ലാർജ് ഇൻ നമ്പർ അറേഞ്ച്ഡ് ഇൻ എ റിംഗ്. റിംഗ് പോലെ അറേഞ്ച് ചെയ്ത് ഒരുപാട് വാസ്കുലാർ ബണ്ടിൽസ് കാണാം. ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ഫുൾ ഫിഗർ നോക്കിയാൽ കാണാൻ പറ്റും. ദാറ്റ് ഈസ് ഒബ്സർവ് ദിസ് ഫിഗർ. ഇവിടെ വാസ്കുലാർ ബണ്ടിൽസ് റിംഗ് പോലെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈച്ച് വാസ്കുലാർ ബണ്ടിൽ ഈസ് കൺജോയിൻഡ്, ഓപ്പൺ ആൻഡ് വിത്ത് എൻഡാർക്ക് പ്രോട്ടോസൈലം. വാസ്കുലാർ ബണ്ടിൽ കൺജോയിൻഡ്, ഓപ്പൺ ടൈപ്പാണ്, എൻഡാർക്ക് അറേഞ്ച്മെൻ്റ് ആണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. കൺജോയിൻഡ് മീൻസ് സൈലം ആൻഡ് ഫ്ലോയം ഒന്നിച്ചാണ് കാണുന്നത്. ഓപ്പൺ മീൻസ് സൈലം ആൻഡ് ഫ്ലോയത്തിന് ഇടയിലായി കാമ്പിയം കാണാം. എൻഡാർക്ക് മീൻസ് പ്രോട്ടോസൈലം പിത്തിന് നേരെയും മെറ്റാസൈലം പെരിഫറിയിലും ആയിരിക്കും. മെഡുലറി റേസ് ലെയേഴ്സ് ഓഫ് റേഡിയലി പ്ലേസ്ഡ് പാരൻകൈമാറ്റസ് സെൽസ് ഇൻ ബിറ്റ്വീൻ വാസ്കുലാർ ബണ്ടിൽസ്. വാസ്കുലാർ ബണ്ടിൽസിന് ഇടയിലായി കാണുന്ന പാരൻകൈമാറ്റസ് സെൽസ് ആണ് മെഡുലറി റേസ്. ഒബ്സർവ് ദിസ് ഫിഗർ. ഇവിടെ വാസ്കുലാർ ബണ്ടിൽസ് കാണാം. വാസ്കുലാർ ബണ്ടിൽസിൻ്റെ ഇടയിലായി കാണുന്ന സെൽസ് ആണ് മെഡുലറി റേസ്. യു ക്യാൻ സീ ഹിയർ മെഡുലറി റേസ്. നെക്സ്റ്റ് ഈസ് pith. Central portion of the stem, large number of round parenchyma cells with large intercellular space.
സെൻട്രൽ പോർഷനാണ് പിത്ത്. ഇവിടെ പാരൻകൈമാറ്റസ് സെൽസ് ആണ് കാണുന്നത്. ലാർജ് നമ്പർ ഓഫ് റൗണ്ട് പാരൻകൈമാറ്റസ് സെൽസ് വിത്ത് ലാർജ് ഇൻ്റർസെല്ലുലാർ സ്പേസസ്. ഇൻ്റർസെല്ലുലാർ സ്പേസസ് കൂടുതലുള്ള പാരൻകൈമാറ്റസ് സെൽസ് ആണ് പിത്തിൽ കാണുന്നത്. നെക്സ്റ്റ് എബൌട്ട് മോണോകോട്ട് സ്റ്റം. നമ്മൾ ഡൈക്കോട്ട് സ്റ്റം ഡിസ്കസ് ചെയ്തു, ഡിഫറെൻറ്റ് പാർട്സ് പറഞ്ഞു. നെക്സ്റ്റ് വൺ മോണോകോട്ട് സ്റ്റം. സ്ക്ലീറൻകൈമാറ്റസ് ഹൈപ്പോഡെർമിസ്. മോണോകോട്ട് സ്റ്റമ്മിൽ ഹൈപ്പോഡെർമിസ് സ്ക്ലീറൻകൈമാറ്റസ് ആണ്. ദാറ്റ് ഈസ് ഹൈപ്പോഡെർമിസിൽ കാണുന്നത് സ്ക്ലീറൻകൈമ സെൽസ് ആണ്. എ ലാർജ് നമ്പർ ഓഫ് സ്കാറ്റേർഡ് വാസ്കുലാർ ബണ്ടിൽസ് ഈച്ച് സറൗണ്ടഡ് ബൈ എ സ്ക്ലീറൻകൈമാറ്റസ് ബണ്ടിൽ ഷീത്ത്. ഒബ്സർവ് ദ ഫിഗർ. ഒരുപാട് വാസ്കുലാർ ബണ്ടിൽസ് കാണാം. സ്കാറ്റർ ചെയ്താണ് വാസ്കുലാർ ബണ്ടിൽസ് കാണുന്നത്. വാസ്കുലാർ ബണ്ടിൽസിനെ കവർ ചെയ്ത് സ്ക്ലീറൻകൈമാറ്റസ് ബണ്ടിൽ ഷീത്ത് കൂടി കാണാം. പെരിഫറൽ ബണ്ടിൽസ് ആർ സ്മോളർ ദാൻ സെൻട്രലി ലൊക്കേറ്റഡ് വൺ. പെരിഫറിയിൽ കാണുന്ന വാസ്കുലാർ ബണ്ടിൽസ് സ്മോൾ ആയിരിക്കും. സെൻറ്ററിൽ കാണുന്ന വാസ്കുലാർ ബണ്ടിൽസ് ലാർജ് ആയിരിക്കും. ഒബ്സർവ് ദ ഫിഗർ. യു ക്യാൻ സീ ദർ പെരിഫറിയിൽ കാണുന്ന വാസ്കുലാർ ബണ്ടിൽസ് സ്മോൾ ആണ്. സെൻട്രൽ കാണുന്ന വാസ്കുലാർ ബണ്ടിൽസ് ലാർജ് ആണ്. വാസ്കുലാർ ബണ്ടിൽസ് ആർ കൺജോയിൻഡ് ആൻഡ് ക്ലോസ്ഡ്. ഏത് ടൈപ്പ് വാസ്കുലാർ ബണ്ടിൽസ് ആണ്? കൺജോയിൻഡ് ആൻഡ് ക്ലോസ്ഡ്. കൺജോയിൻഡ് മീൻസ് സൈലം ആൻഡ് ഫ്ലോയം ഒന്നിച്ചാണ് കാണുക. ക്ലോസ്ഡ് മീൻസ് കാമ്പിയം ആബ്സെൻ്റ് ആയിരിക്കും. ദ ഫ്ലോയം പാരൻകൈമ ഈസ് ആബ്സെൻറ്റ് ആൻഡ് വാട്ടർ കണ്ടെയ്നിങ് ക്യാവിറ്റീസ് ആർ പ്രസൻറ്റ് വിതിൻ വാസ്കുലാർ ബണ്ടിൽസ്. ഫ്ലോയം പാരൻകൈമ ആബ്സെൻ്റ് ആയിരിക്കും. വാസ്കുലാർ ബണ്ടിൽസിൽ വാട്ടർ ക്യാരി ചെയ്യുന്ന ലാർജ് ക്യാവിറ്റീസ് കൂടി കാണാം. സോ ദിസ് ഈസ് അബൌട്ട് മോണോകോട്ട് സ്റ്റം. നെക്സ്റ്റ് ഈസ് ഡിഫറൻസസ് ബിറ്റ്വീൻ ഡൈക്കോട്ട് ആൻഡ് മോണോകോട്ട് സ്റ്റം. Dicot stem epidermal hair is present. Monocot stem epidermal hair is absent. Dicot stemമിലെ epidermal hair കാണാം. എപ്പിഡെർമിസിലെ hairs കാണാം. Monocot stemമിലെ epidermal hairs absent ആണ്. Dicot stem collenchymatous hypodermis, but in monocot stem sclerenchymatous hypodermis. Dicot stemമിൽ hypodermisൽ കാണുന്നത് collenchyma cells ആണ്. Monocot stemമിൽ hypodermisൽ കാണുന്നത് sclerenchyma cells ആണ്. In dicot stem, the ground tissue gets differentiated into cortex and stele, but in monocot stem, undifferentiated ground tissue. Dicot stemമിൽ ground tissue cortex ആയും stele ആയും differentiate ചെയ്തിട്ടുണ്ട്. That is cortex പാർട്ടും കാണാം, stele പാർട്ടും കാണാം. പക്ഷേ monocot stemമിലാണെങ്കിൽ ground tissue differentiate ചെയ്തിട്ടില്ല, different parts ആയി arrange ചെയ്തിട്ടില്ല. In dicot stem, vascular bundles are limited in number and are arranged in the form of a broken ring, but in monocot stem, vascular bundles are numerous and scattered. Dicot stemമിലെ vascular bundlesന്റെ നമ്പർ ലിമിറ്റഡ് ആണ്, ബ്രോക്കൺ റിങ് പോലെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ മോണോകോട്ട് സ്റ്റെമ്മിൽ ഒരുപാട് വാസ്കുലാർ ബണ്ടിൽസ് കാണാം, നമ്പർ ലിമിറ്റഡ് അല്ല, സ്കാറ്റർ ചെയ്താണ് കാണുന്നത്, നോട്ട് ലൈക്ക് എ റിങ്. In dicot stem, vascular bundles are open, hence secondary growth is present. But in monocot stem, vascular bundles are closed, hence secondary growth is absent. Dicot stemമിലെ vascular bundles ഓപ്പൺ ആണ്, അതായത് സൈലത്തിനും ഫ്ലോയത്തിനും ഇടയിലായി കാമ്പിയം പ്രസൻ്റ് ആണ്, അതുകൊണ്ട് സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നുണ്ട്. പക്ഷേ മോണോകോട്ട് സ്റ്റെമ്മിലെ വാസ്കുലാർ ബണ്ടിൽസ് ക്ലോസ്ഡ് ആണ്, ദാറ്റ് മീൻസ് കാമ്പിയം ആബ്സെൻ്റ് ആണ്, സെക്കൻഡറി ഗ്രോത്ത് നടക്കില്ല. In dicot stem, vascular bundles have sclerenchymatous bundle cap, but in monocot stem, vascular bundles have sclerenchymatous bundle sheath. Dicot stemമിൽ sclerenchymatous bundle cap ആണ് കാണുന്നത്, മോണോകോട്ട് സ്റ്റെമ്മിൽ sclerenchymatous bundle sheath ആണ് കാണുന്നത്. So these are the differences between dicot stem and monocot stem. ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡൈക്കോട്ട് ഓർ ഡോർസി വെൻട്രൽ ലീഫ്. ഡൈക്കോട്ട് ലീവ്സിൻ്റെ ഡോർസൽ സൈഡ്, ദാറ്റ് ഈസ് അപ്പർ സൈഡും വെൻട്രൽ സൈഡ്, ദാറ്റ് ഈസ് ലോവർ സൈഡും അനാട്ടമിക്കലി ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഡൈക്കോട്ട് ലീവ്സിനെ ഡോർസി വെൻട്രൽ ലീവ്സ് എന്ന് പറയാൻ കാരണം. ഓക്കെ, ദിസ് ടൈപ്പ് ഓഫ് ലീവ്സ് ഹാസ് ഡിസ്റ്റിങ്ക്റ്റ് ഡോർസൽ ആൻഡ് വെൻട്രൽ സർഫസ്. ദ വെർട്ടിക്കൽ സെക്ഷൻ ഓഫ് എ ഡൈക്കോട്ട് ലീഫ് ഷോസ് 3 regions: എപ്പിഡെർമിസ്, മീസോഫിൽ ആൻഡ് വാസ്കുലാർ ബണ്ടിൽസ്. ഡൈക്കോട്ട് ലീവ്സിൻ്റെ സെക്ഷൻ എടുത്ത് നോക്കിയാൽ നമുക്ക് ഡിഫറെൻറ്റ് പാർട്സ് കാണാം, ലൈക്ക് എപ്പിഡെർമിസ്, മീസോഫിൽ ആൻഡ് വാസ്കുലാർ ബണ്ടിൽസ്. അതിൽ ഫസ്റ്റ് വൺ എപ്പിഡെർമിസ്, ഇറ്റ് കവേഴ്സ് ബോത്ത് ദ അപ്പർ സർഫസ്, എഡാക്സിയൽ എപ്പിഡെർമിസ് ആൻഡ് ലോവർ സർഫസ്, എബാക്സിയൽ എപ്പിഡെർമിസ് ഓഫ് ദ ലീവ്സ്. ഡൈക്കോട്ട് ലീവ്സിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിൽ ഫസ്റ്റ് പാർട്ട് എപ്പിഡെർമിസ്, ലീഫിൻ്റെ പുറമെ കാണുന്ന പാർട്ടാണ് എപ്പിഡെർമിസ്.
ലീവ്സിൻ്റെ അപ്പർ സൈഡിലും ലോവർ സൈഡിലും എപ്പിഡാമിസ് കാണാം. ലീഫിൻ്റെ മുകളിൽ കാണുന്ന എപ്പിഡാമിസിനെ എഡാക്സിയൽ എപ്പിഡാമിസ് എന്നും താഴ്ഭാഗത്ത് കാണുന്ന എപ്പിഡാമിസിനെ അബാക്സിയൽ എപ്പിഡാമിസ് എന്നും പറയും. ഇറ്റ് ഹാസ് ക്യൂട്ടിക്കിൾ. ലോവർ സർഫസ് ജനറലി ബിയേഴ്സ് മോർ സ്റ്റൊമാറ്റ ദാൻ ദ അപ്പർ സർഫസ്. എപ്പിഡാമിസിനെ കവർ ചെയ്ത് വാക്സി കോട്ടിംഗ് ആയ ക്യൂട്ടിക്കിൾ കാണാം. വാട്ടർ ലോസ് പ്രിവെൻറ്റ് ചെയ്യുന്നത് ക്യൂട്ടിക്കിളാണ്. ഇനി ലീവ്സിൻ്റെ അപ്പർ എപ്പിഡാമിസിൽ സ്റ്റൊമാറ്റ കുറവായിരിക്കും. ലോവർ എപ്പിഡാമിസിൽ സ്റ്റൊമാറ്റ കൂടുതലായി കാണാം. നെക്സ്റ്റ് പാർട്ട് മീസോഫിൽ, ദ ഗ്രൗണ്ട് ടിഷ്യൂ ബിറ്റ്വീൻ ദ അപ്പർ ആൻഡ് ലോവർ എപ്പിഡാമിസ്. അപ്പർ എപ്പിഡാമിസിൻ്റെയും ലോവർ എപ്പിഡാമിസിൻ്റെയും ഇടയിൽ കാണുന്ന ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റമാണ് മീസോഫിൽ. ഇറ്റ് ഈസ് മേഡപ്പ് ഓഫ് പാരൻകൈമ. സോ മീസോഫിൽ ടിഷ്യൂസ് ഫോം ചെയ്തിരിക്കുന്നത്, മീസോഫിൽ പാർട്ട് ഫോം ചെയ്തിരിക്കുന്നത് ഏത് ടിഷ്യൂ കൊണ്ടാണ്? ദാറ്റ് ഈസ് മേഡപ്പ് ഓഫ് പാരൻകൈമാറ്റസ് cells. They contain chloroplast for photosynthesis. പാരൻകൈമാറ്റസ് സെൽസിൽ ക്ലോറോപ്ലാസ്റ്റ് കാണാം. ക്ലോറോപ്ലാസ്റ്റ് ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്നു. ഇറ്റ് ഹാസ് 2 types ഓഫ് സെൽസ്. മീസോഫിൽസിൽ 2 ടൈപ്പ് സെൽസ് കാണാം. ദേ ആർ അപ്പർ സൈഡിൽ പാലിസേഡ് ലെയർ ആൻഡ് ലോവർ സൈഡിൽ സ്പോഞ്ചി ടിഷ്യൂ. ഒബ്സർവ് ദ ഫിഗർ, യു ക്യാൻ സീ ദർ പാലിസേഡ് ലെയർ ഓർ പാലിസേഡ് മീസോഫിൽ ആൻഡ് സ്പോഞ്ചി മീസോഫിൽ. പാലിസേഡ് ലെയർ, it is adaxially placed, made up of elongated cells arranged at right angles to epidermis. അപ്പർ സൈഡിൽ കാണുന്ന ലെയറാണ് പാലിസേഡ് ലെയർ. ഇലോങ്ങേറ്റഡ് സെൽസ് ആണ്. ഒബ്സർവ് ദ ഫിഗർ, ഇലോങ്ങേറ്റഡ് സെൽസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ സ്പോഞ്ചി ടിഷ്യൂ, ദ ഓവൽ ഓർ റൗണ്ട് ആൻഡ് ലൂസ്ലി അറേഞ്ച്ഡ് സെൽസ് സിറ്റുവേറ്റഡ് ബിലോ ദ പാലിസേഡ് സെൽസ്. നെക്സ്റ്റ് കാണുന്നത്, ലോവർ സൈഡിൽ കാണുന്നത് സ്പോഞ്ചി ടിഷ്യൂസ് ആണ്. ഓവൽ ഓർ റൗണ്ട് ഷേപ്പിൽ ലൂസായി അറേഞ്ച് ചെയ്ത് കാണുന്ന ടിഷ്യൂസാണ് സ്പോഞ്ചി ടിഷ്യൂസ്. നെക്സ്റ്റ് ഈസ് വാസ്കുലാർ ബണ്ടിൽസ്. ദേ ആർ ലൊക്കേറ്റഡ് ഇൻ ദ വെയിൻസ് ആൻഡ് മിഡ് റിബ് ആസ് റെറ്റിക്കുലേറ്റ് വെയിനേഷൻ. വാസ്കുലാർ ബണ്ടിൽസ് ആർ സറൗണ്ടഡ് ബൈ എ ലെയർ ഓഫ് തിക്ക് വാൾഡ് ബണ്ടിൽ ഷീത്ത് സെൽസ്. വാസ്കുലാർ ബണ്ടിൽസ് ഇറഗുലർലി ആയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വെയിൻസിലും മിഡ് റിബ്സിലും വാസ്കുലാർ ബണ്ടിൽ അറേഞ്ച്മെൻറ്റ് കാണാം. വാസ്കുലാർ ബണ്ടിൽസിൻ്റെ സൈസ് ഓരോ ഭാഗത്തും ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി വാസ്കുലാർ ബണ്ടിൽസ് ആർ സറൗണ്ടഡ് ബൈ എ ലെയർ ഓഫ് തിക്ക് വാൾഡ് ബണ്ടിൽ ഷീത്ത് സെൽസ്. വാസ്കുലാർ ബണ്ടിൽസിനെ കവർ ചെയ്ത് തിക്ക് വാൾസ് ഉള്ള ബണ്ടിൽ ഷീത്ത് സെൽസ്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഡൈക്കോട്ട് ലീവ്സ്. സോ ഈ ചാപ്റ്ററിൽ നിന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫോക്കസ് ഏരിയ പോർഷൻസ് ഇത്രയാണ്.